ഇന്നലത്തെ മാതൃഭൂമിയിൽ ഒരു നല്ല ചെറിയൊരു ആർട്ടിക്കിൾ വന്നു. രജനീകാന്തിൻ്റെ മകള് UNOയിൽ ഉജ്ജ്വലമായിട്ടുള്ള ഭാരതീയ നൃത്തം അവതരിപ്പിച്ചു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം അസാധാരണമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. ഈ ഒരു ചെറിയ സന്ദേശം യൂട്യൂബിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കാരണം, രജനീകാന്തിനെ പോലെ ഉജ്ജ്വലനായിട്ടുള്ള ഒരു സിനിമാ നടൻ സിനിമയിൽ ഏത് തരത്തിലുള്ള ശാരീരിക വേഷങ്ങളും കെട്ടി പുറത്ത് നാച്ചുറലായിട്ട് തന്നെ ജീവിക്കുന്ന വ്യക്തി, ഒത്തിരി പേർക്ക് ജീവിതത്തിന് ആശ്രയം നൽകുന്ന വ്യക്തി, തൻ്റെ മകളെ ധന്യമായിട്ടുള്ള ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള നൃത്തം പഠിപ്പിച്ചു. അത് ലോക നിലവാരത്തിലേക്ക് എത്താൻ പാകത്തിന് UNOയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ വലിയ സന്ദേശം, ഈ നാട്ടിൽ ജനിച്ച് വളരുന്ന നമ്മൾ ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാണെങ്കിലും ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഒരംശമെങ്കിലും പഠിച്ച് അത് ലോക ജനതയുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ എത്ര ധന്യമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. ആരാധ്യനായ ഗാനഗന്ധർവൻ യേശുദാസിന്റെ മക്കളെ ധന്യമായിട്ട് പാട്ട് പഠിപ്പിച്ചു. ഓരോ വ്യക്തികളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ നാടിന്റെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മമണ്ഡലത്തിലാണ് ഉള്ളത് എങ്കിൽ അവരുടെ മക്കളെയും അത് അവർ പഠിപ്പിക്കുന്നുണ്ടാവും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങളുടെ പാട്ടിന്റെ ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ്. ഉജ്ജ്വലരായ നർത്തകിമാര് അവരുടെ മക്കൾക്കെല്ലാം നൃത്തം പഠിപ്പിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. നല്ല സിനിമ ഗാന പിന്നണി ഗായകര് അവരുടെ മക്കളെ അത് പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് മറ്റുള്ളവർക്കും അതുപോലെ ആകണമെന്നുള്ള രീതിയിൽ ആവേശം കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിൽ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കണം. ഒരു വിഷയമെങ്കിലും നമ്മൾ നമ്മുടെ നാടിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടത് പഠിക്കണം. 10,000 വിഷയങ്ങൾ നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഏതെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ സിനിമാ നടന്മാരിൽ നല്ലോണം ചെണ്ട കൊട്ടാൻ കഴിവുള്ളവരുണ്ട്, നല്ലോണം പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, നല്ല നല്ല രീതിയിൽ ഉപദേശം നൽകാൻ കഴിവുള്ളവരുണ്ട്, നല്ല രീതിയിൽ സാധുക്കളെ, നന്മ നിറഞ്ഞ വ്യക്തികളെ, അല്ലെങ്കിൽ വേദനിക്കുന്നവരെ, വിശക്കുന്നവരെ, രോഗികളെ സഹായിക്കുന്നവരുണ്ട്. ശരിക്കും പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോ അല്പം പോലും വൈകാതെ ശ്രീ മമ്മൂട്ടി അവിടെ എത്തുകയുണ്ടായി. നമ്മൾ ആലോചിച്ചു നോക്കാം, നമ്മളുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ. അങ്ങനെ നമ്മളുടെ ജീവിതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായ കലകളോ അതല്ല സാമൂഹിക സേവനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കല്, പഠിച്ച് പ്രദർശിപ്പിക്കല്, പഠിച്ച് പ്രചരിപ്പിക്കല്, പഠിച്ച് പ്രതികരിക്കല്, കഥ എഴുതാൻ സാധിക്കുന്നവര്, കവിത എഴുതാൻ സാധിക്കുന്നവര്, ചെണ്ട കൊട്ടാൻ സാധിക്കുന്നവര്, വേദമന്ത്രം ചൊല്ലാൻ സാധിക്കുന്നവര്, രാമായണം ആലപിക്കാൻ സാധിക്കുന്നവര്, അതുപോലെ തന്നെ സംസ്കൃതത്തിലോ മലയാളത്തിലോ അക്ഷരശ്ലോകം സാധിക്കുന്നവര്, നമ്മുടെ നല്ല രീതിയിലുള്ള തെയ്യം, കഥകളി, ഓട്ടൻതുള്ളല്, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, വില്ലടിച്ചാൻ പാട്ട്, ഇങ്ങനെയുള്ള 100 ധന്യമായിട്ടുള്ള കലകളും അല്ലെങ്കിൽ കലാവാസനയുടെ അടിസ്ഥാനത്തിൽ വളരുന്ന രീതിയിലുള്ള കഴിവുകളും നമുക്ക് നമ്മളിൽ ആദ്യം ഉണ്ടാക്കണം. ഒരു കഴിവെങ്കിലും നമ്മളിൽ ഉണ്ടാക്കണം. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം.
നമ്മുടെ മക്കൾക്കും അത് പഠിച്ച് പ്രചരിപ്പിക്കാനുള്ള കഴിവുണ്ടാക്കണം. ഇന്നലെ ഞാൻ ഒരു ക്ലാസ് എടുത്തു. അനന്തപുരി ഹിന്ദു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് പേയാട് എന്ന് പറയുന്ന സ്ഥലത്തെടുത്തു. അവര് സംഘാടകര് നല്ല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും 100 വ്യക്തികളാണ് പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നത്. പക്ഷേ ആ മൈക്ക് സെറ്റ് പേയാട് ജംഗ്ഷൻ വരെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ വെച്ചു. ഇതിൽ സംഭവിച്ചത്, ഇഫ് മുഹമ്മദ് കനോട്ട് കം ടു ദി മൗണ്ടൻ, ലെറ്റ് ദ മൗണ്ടൻ കം ടു മുഹമ്മദ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചൊല്ലുപോലെ ഈ പ്രഭാഷണത്തിന് കേൾക്കാൻ അവിടെ ആൾക്കാർ വന്നില്ലെങ്കിൽ സംഘടിപ്പിക്കുന്നവർ തീരുമാനിച്ചു, വളരെയധികം തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് ഈ അറ്റം മുതൽ അറ്റം വരെ മൈക്ക് സെറ്റ് വെക്കുക. അപ്പൊ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. ഓരോ മൈക്കിന്റെ ചുവട്ടിലും ധാരാളം വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവനവൻ പഠിക്കൽ മാത്രമല്ല, അവനവൻ പഠിച്ച് നിലനിർത്തൽ മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും അത് പഠിച്ച് പ്രചരിപ്പിക്കാനും കൂടി മക്കളിലൂടെയോ നേരിട്ടോ പ്രചരിപ്പിക്കാനും കൂടി സാധിക്കുമ്പോഴാണ് ഈ പൈതൃകം കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത്. രജനീകാന്ത് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ മകളെ നൃത്തം പഠിപ്പിച്ച് അത് ലോകവേദിയിൽ അവതരിപ്പിച്ച് ധന്യമാക്കിയത്, എങ്ങനെയാണോ സംഗീത സാമ്രാട്ട് ഗാനഗന്ധർവൻ തൻ്റെ മക്കളെ സംഗീതത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്, എങ്ങനെയാണോ നടൻ ജയറാം ചെണ്ട പഠിച്ച് മക്കളെയും ബാക്കിയുള്ളവരെയും പഠിപ്പിക്കുന്നത്, എങ്ങനെയാണോ ശോഭന നൃത്തം പഠിച്ച് മറ്റുള്ളവരെ നൃത്തം പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതേസമയത്ത് രാഷ്ട്രീയക്കാര് അവനവന്റെ കുൽസിതമായിട്ടുള്ള തന്ത്രം മക്കളിലൂടെ ലോകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യാതിരിക്കുകയും വേണം. പൈതൃകത്തില് ഈ കറപ്ഷനും ഇതുപോലെയുള്ള തിന്മകളും ഭാഗമാകാത്ത വിധത്തില് ധന്യമായ ധർമ്മബോധത്തോടുകൂടി ഈ പൈതൃകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും നാരായണീയമോ അതല്ലെങ്കിൽ ജ്ഞാനപാനയോ ഭഗവത്ഗീതയോ യോഗവാസിഷ്ടമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ഉപനിഷത്തുക്കളോ അത് ധന്യമായിട്ട് പഠിച്ച് അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു കർമ്മ പദ്ധതി ഓരോ അമ്മയും ഓരോ അച്ഛനും ഓരോ മകനും മകളും ഓരോ വീട്ടിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം ഒരു മിഷണറി പ്രവർത്തനവും ഇല്ലാതെ നമുക്ക് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ പ്രതികരിക്കാനും സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രജനീകാന്തിന്റെ മകളുടെയും യേശുദാസിന്റെ മകന്റെയും എല്ലാം ഉദാഹരണങ്ങൾ നമുക്ക് മാതൃകയാവട്ടെ. പ്രണാമം, നമസ്കാരം.